ഇതിലേക്ക് ഉള്ളി, സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലേശം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ ഒരു 2 സ്പൂൺ അത് നമ്മുടെ അളവിനനുസരിച്ച് മസാല ഇറച്ചീൻ്റെ അളവിനനുസരിച്ച് നമ്മളങ്ങ് ഇടുക. ഇതിലേക്ക് ഇറച്ചി മസാലയും കാശ്മീരി മുളക് പൊടി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല ആവശ്യമാണ് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെക്കുകയാണ്. മൺചട്ടിക്കകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. നമ്മൾ തിരുമ്മി കൂട്ടും. ഇനി ഇതിങ്ങനെ നന്നായിട്ട് തിരുമ്മി കൂട്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് പറ്റിച്ചെടുത്തതിന് ശേഷമായിട്ട് നമ്മൾ ഫ്രൈ ആക്കുന്നത്. മമ്മീൻ്റെ സ്പെഷ്യൽ ഫ്രൈ ആണിത്. വേഗണം നന്നായിട്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാൻ പോവാം. ഓക്കെ, അപ്പം നമ്മളിത് മൺചട്ടിയിൽ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് അടുപ്പത്തിരുന്ന് വേകട്ടെ. അതിന് ശേഷം നമുക്കിതിന് ഇതിങ്ങനെ പറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടിരുന്ന് വേകട്ടെ കേട്ടോ. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ടു കേട്ടോ. നമ്മൾ പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റാം. ഒന്ന് വാടി വന്നിട്ട് നമുക്ക് ബീഫ് ഇടാം. അത് വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് വാടി വരട്ടെ. അത് വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ ഇതധികം കരിഞ്ഞു പോകണ്ട കേട്ടോ. ഒന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫ് ഇട്ടാം. ബീഫെല്ലാം നമ്മൾ ചേർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ഇച്ചിരി മുളക് പൊടി, ആ മുളക് പൊടീൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബീഫ് എടുത്തിടാം. നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. നമ്മൾ ബീഫ് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി നല്ല കറുപ്പ് കളറാവുന്നത് വരെ നമ്മൾ വഴറ്റുന്നു. ഇനി നമുക്കതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുരുമുളക് പൊടി ലേശം അതിലേക്ക് വിതറി കൊടുക്കാം. അതാണ് ഫ്രൈയുടെ ഹൈലൈറ്റ് കേട്ടോ. ഇത് നമ്മുടെ നാടൻ പോത്ത് ഫ്രൈ ആണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് നമ്മുടെ കുരുമുളകാണ്. നല്ല അടിപൊളി നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സർവ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.